ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു നെക്ക് വെട്ടുന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം നെക്ക് വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു തുണി ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടാക്കി നമ്മൾ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചുരിദാറിൻ്റെ ആയാലും നെക്കിൻ്റെ ആ പോർഷനാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ തുണീനെ നാലാക്കി മടക്കിയിടും, അതിന് ശേഷം നമ്മൾ നെക്ക് വെട്ടും. അപ്പോൾ നമ്മൾ പാറ്റേൺ ഉപയോഗിച്ച് വെട്ടുന്നതാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ പാറ്റേണുകൾ നമ്മൾ ഒന്നിലധികം പാറ്റേണുകൾ നമ്മൾ ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ അത്യാവശ്യം തയ്ക്കാൻ കുറച്ച് പണിയുള്ളതായിട്ടുള്ള കുറേ നെക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈലറിംഗ് ഒക്കെ പഠിച്ചവർക്ക് ഇത്തിരി ടഫുള്ളതായാലും നമുക്ക് തയ്ക്കാൻ പറ്റും. പിന്നെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നെക്കുകൾ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണീന് ഇതുപോലെ മടക്കിയിടാം. അതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള പാറ്റേൺ ചെയ്യാതെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് അടയാളപ്പെടുത്തി കട്ട് ചെയ്താൽ മാത്രം മതി. അതാണ് ഈ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കുള്ള ആ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇംഗ്ലീഷിലാണോ മലയാളത്തിൽ ഇടുമോ എന്ന് ചോദിച്ചിട്ട്. നമ്മൾ വീഡിയോ മലയാളത്തിൽ തന്നെയാണ് ഇടുന്നത്. അത് നിങ്ങളുടെ സെറ്റിങ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ യൂട്യൂബിൽ ഇപ്പോൾ നമ്മുടെ ചില വീഡിയോസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അതുപോലെ ഇംഗ്ലീഷിൽ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വേറെ ഏതോ ഒരു സ്ലാങ് ആണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ലാംഗ്വേജുകൾ അതിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണുന്നത് അതിൻ്റെ സെറ്റിങ്സ് എടുത്തിട്ട് അതിൽ ഓഡിയോൻ്റെ അവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത് മലയാളമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അതങ്ങനെ എന്തോ സെറ്റിങ്സ് മാറിക്കെടുക്കുന്നതാണ് കേട്ടോ. നമ്മൾ വീഡിയോസ് മലയാളത്തിൽ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതാണ് നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ പറ്റും മലയാളത്തിൽ തന്നെ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ മടക്കിയിട്ടിട്ട് നെക്ക് വെട്ടുന്നതാണ് കാണിച്ചു തരുന്നത്. ഇനി നമുക്കിതൊന്ന് ചോക്ക് ഉപയോഗിച്ച് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് തന്നെയല്ല, നമ്മൾ അത്യാവശ്യം കുറേ നെക്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെക്ക് ഏതാണോ നിങ്ങൾക്ക് വരച്ച് ചേർക്കാം കേട്ടോ. നിങ്ങളുടെ ടോപ്പിലോ അതുപോലെ തന്നെ നമ്മൾ ചെറിയ ക്രോപ്പ് ടോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ പാറ്റേൺസ് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടിൽ കൂടെ തന്നെ കറക്റ്റ് ആ ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ ഷേപ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഫിനിഷിങ് ആയിരിക്കും, നല്ലൊരു ഭംഗി കിട്ടും. നമ്മൾ ഈ ചെറിയ ടോപ്പുകൾക്കായാലും ചുരിദാറിൻ്റെയും ബ്ലൗസിൻ്റെ ഒക്കെ ടോപ്പുകൾക്ക് പറ്റുന്ന കഴുത്താണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെയാണ് ഈ നെക്കുകളൊക്കെ വരയ്ക്കുന്ന അളവ് മെഷർമെൻ്റൊക്കെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്നെടുത്ത് മാറ്റി നോക്കാം. കണ്ടോ, ഈ ഒരു പാറ്റേൺ അനുസരിച്ച് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ഇവിടെ നമുക്ക് ഫിനിഷായിട്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ മോഡൽ കഴുത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചുരിദാർ നമ്മൾ ഇടുന്ന തുണിയിൽ വെട്ടുന്നതിനേക്കാളും നിങ്ങൾ പാറ്റേൺ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ വെട്ടുന്നതായിരിക്കും യൂസ്ഫുൾ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ക്യാൻവാസൊക്കെ വെച്ച് അടിക്കുന്നവരാണെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻവാസിൽ അടിച്ചതിന് ശേഷം അത് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് മോഡലായാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനത്തെ ആയാലും നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടായാലും നമുക്ക് തുന്നാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്യാം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള തുണി കറക്റ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ. നമുക്ക് അവിടെ ഇവിടെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേ നമ്മുടെ നെക്ക് ഇവിടെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അളവിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വെട്ടി മാറ്റിയ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് വെച്ചിട്ട് നമുക്ക് ഇതിന് മടക്കിയെടുക്കാനുള്ള തുണി നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കഴുത്തൊക്കെ വെട്ടുമ്പോൾ ഇപ്പോൾ ബ്ലൗസ് ആയാലും ടോപ്പായാലും ഈ കഴുത്ത് ജസ്റ്റ് നമ്മൾ എടുത്ത് വയ്ക്കുക. ഇത് മടക്കിയടിക്കാനുള്ള പീസ് വെട്ടാനായിട്ട് ഇത് ഒരു തുണീനെ രണ്ടാക്കി മടക്കിയിടുക. അതിന് ശേഷം ഈ ഒരു പാറ്റേൺ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേ അളവിൽ നമ്മൾ ആ തുണി വെട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്ക് മടക്കിയടിക്കാനുള്ള അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കഴുത്ത് മടക്കിയടിക്കാനുള്ള തുണി വെട്ടിയെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്താൽ മതി, ഇത് ജസ്റ്റ് പകുതിയാക്കി ഇതുപോലെ ഇങ്ങനെ മടക്കിയിടാം. അതിന് ശേഷം ഈ ഷേപ്പ് ഇങ്ങനെ വെട്ടുക. അതിന് ശേഷം കുറച്ചും കൂടെ ഇറക്കിയിട്ട്
അതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കറക്റ്റ് ലെവലിൽ തന്നെ വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മടക്കി അടിക്കാനുള്ള തുണി കിട്ടും. അതിന് ശേഷം മടക്കി അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ലൈനിങ് ഇല്ലാണ്ട്, ലൈനിങ് അല്ല, നമ്മുടെ പൈപ്പിംഗ് ഇല്ലാണ്ട് മടക്കി അടിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നല്ല പുറത്ത് എന്ത് ചെയ്യുക, നമ്മൾ വെട്ടിയിട്ടുള്ള ആ ഒരു തുണി, ഈ ഷേപ്പിനുള്ള തുണിയില്ലേ, ഇതിവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ഫുള്ളായിട്ട്. ഏറ്റത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ, കുറേ ഇങ്ങോട്ട് കയറ്റിയിട്ടൊരു സ്റ്റിച്ച് ചെയ്യരുത്, ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യണം, ഉള്ളിലോട്ട് മടക്കിയിട്ട് എന്ത് ചെയ്യണം, വീണ്ടും അതുപോലെ സ്റ്റിച്ച് ചെയ്യണം. അത് ആ പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ മടക്കി അടിച്ചാൽ മതി. മടക്കി അടിക്കേണ്ടത് നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇതിങ്ങോട്ട് തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആ പോർഷനിൽ കൂടെ ഒന്നും കൂടെ അടിച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ഇരിക്കും. അതിന് ശേഷം ഉള്ളിലോട്ട് ഇങ്ങനെ നല്ലപോലെ മടക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പം അങ്ങനെയാണ് നമ്മുടെ നെക്ക് വെട്ടുന്നതും മടക്കി അടിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.